നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആളില്ലാത്ത വീട്ടിൽ മോഷ്ടിക്കാനിറങ്ങുന്ന കള്ളന്മാരെ ആപ്പിലാക്കാൻ പൊന്നാനി പോലീസ്. KSF വളാഞ്ചേരി ശാഖയിൽ മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടി. ഊർജ്ജ സംരക്ഷണ പാഠങ്ങൾക്ക് വെളിച്ചമേകി വള്ളത്തോൾ AUP സ്കൂളിലെ കുരുന്നുകൾ. തിരൂർ RMS ഓഫീസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കൂട്ട കത്തെഴുത്ത് ക്യാമ്പയിൻ ആരംഭിച്ചു. ഹൈദരലി തങ്ങൾ സേവനരത്ന പുരസ്കാരം കുറുക്കോളിൽ നൽകി. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആണ്ട് നേർച്ചയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. വിശദമായ വാർത്തകൾ. ആളില്ലാത്ത വീട്ടിൽ മോഷ്ടിക്കാനിറങ്ങുന്ന കള്ളന്മാരെ ആപ്പിലാക്കാൻ പൊന്നാനി പോലീസ്. വീട് പൂട്ടിപ്പോകുമ്പോൾ അറിയിച്ചാൽ പോലീസ് എത്തി ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം ഘടിപ്പിക്കും. കള്ളന്മാർ വീട്ടിലെത്തിയാൽ സെൻസർ സംവിധാനത്തിലൂടെ അലാറം അടിക്കും. 6 ഫോണുകളിലേക്ക് സന്ദേശമെത്തും. 25,000 രൂപയോളം വില വരുന്ന ഉപകരണം സൗജന്യമായാണ് പോലീസ് ഒരുക്കുന്നത്. CCTV ക്യാമറയുടെ DVR അടക്കം അടിച്ചുമാറ്റിയാലും ഈ സംവിധാനത്തിലൂടെ കള്ളന്മാരെ പിടികൂടാനാകും. പൊന്നാനി പോലീസും തീരദേശ പോലീസും കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. 1000 രൂപ മുടക്കിയാൽ ഉപകരണം സ്ഥിരമായി വീട്ടിൽ ഘടിപ്പിക്കാനാവുമെന്നും പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷനും കൂടെ സംയുക്തമായിട്ട് ഈ വർദ്ധിച്ചു വരുന്ന ഈ കളവുകൾക്കെതിരെ നടപടിയുടെ ഭാഗമായിട്ട് ആധുനികമായിട്ടുള്ള പുതിയ എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റേഷൻ പരിധിയിലെ വീടുകളിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. വീട് പൂട്ടിപ്പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ പോൾ ആപ്പ് മുതലായ ആപ്പുകളിൽ പോലീസുകാരെ അറിയിക്കാവുന്ന സമ്പ്രദായം അല്ലെങ്കിൽ സംവിധാനം നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പോൾ ആപ്പിൽ വരുന്ന വീടുകളിൽ നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ച് കൊടുത്താൽ, പുതിയ ഉപകരണങ്ങൾ വെച്ച് കൊടുത്താൽ പല സെൻസറുകളും ക്യാമറകളും അലാറം സിസ്റ്റം അതെല്ലാം പോലീസ് സ്റ്റേഷനിലും മറ്റു നമ്മളെ പോലീസുകാർക്കും സ്റ്റേഷനിലും കിട്ടുന്ന സമ്പ്രദായം. കള്ളന്മാരോ ആരെങ്കിലും വീട്ടിൽ കയറുന്ന സമയം ഒരു 6 മൊബൈലുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റം ഇനി മുതൽ നമ്മൾ എല്ലാ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട് പൂട്ടിപ്പോകുന്ന എല്ലാ വീടുകളിലും ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലും വർദ്ധിച്ചു വരുന്ന കളവുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട് പൂട്ടിപ്പോകുന്ന വീടുകളിൽ ഈ ഉപകരണങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനധികൃതമായിട്ട് ആരെങ്കിലും അവിടെ കയറുകയാണെങ്കിൽ യഥാസമയം ആ ഉപകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 6 മൊബൈൽ നമ്പറുകളിൽ അലാറം അടിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് യഥാസമയം പ്രതികളെ പിടിക്കുന്നതിനും കള്ളന്മാരെ പിടിക്കുന്നതിനും പോലീസിനെയും വീടിൻ്റെ ഉടമസ്ഥരെയും സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ മനുഷ്യന്മാരോ മറ്റു ജന്തുക്കളൊക്കെ എന്തെങ്കിലും അത് കൂടെ കടന്നു കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്തിട്ട് സന്ദേശം നേരിട്ട് മൊബൈലിൽ യാത്രകളും മറ്റും അറിയിക്കുന്നതിനുള്ള പോൾ ആപ്പിന് പുറമെയാണിത്. പുതിയ സംവിധാനം പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ, പൊന്നാനി ഇൻസ്പെക്ടർ K. അബ്ദുൾ ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വെട്ടം ന്യൂസ്, പൊന്നാനി.
KSFE വളാഞ്ചേരി ശാഖയിൽ മുക്കുവണ്ടം പണയം വെച്ച് തട്ടിയ സംഘം മറ്റ് ധനകാര്യ സ്ഥാപനത്തിലും സമാന തട്ടിപ്പ് നടത്തിയതായി വിവരം. അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കോടതിയിൽ കീഴടങ്ങിയ വിളത്തൂർ കാവുംപുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ്, വിളത്തൂർ കോരക്കോട്ടിൽ മുഹമ്മദ് അഷ്റഫ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ വളാഞ്ചേരി ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ തിരൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. ബാങ്ക് അപ്രൈസർ രാജൻ അറസ്റ്റിലാണ്. കേസിൽ ഉൾപ്പെട്ട പടപ്പേത്തൊടി വീട്ടിൽ അബ്ദുൾ നിഷാദ്, പനങ്ങാട്ടുതൊടി വീട്ടിൽ റഷീദ് അലി എന്നിവർ ഒളിവിലാണ്. വളാഞ്ചേരി KSFE ബ്രാഞ്ചിൽ 79 അക്കൗണ്ടുകളിലൂടെ 16 കിലോയോളം മുക്കുപണ്ടം പണയം വെച്ചാണ് സംഘം 7 കോടിയോളം രൂപ തട്ടിയത്. ആഭ്യന്തര ഓഡിറ്റ് പൂർത്തിയായാൽ മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ വിവരം പുറത്തുവരൂ. വെട്ടം ന്യൂസ്, വളാഞ്ചേരി. പഠനത്തിനൊപ്പം നാടിന് വെളിച്ചമാകാൻ മംഗലം വള്ളത്തോൾ AUP സ്കൂളിലെ കുട്ടികൾ ഒരുങ്ങി. ചുരുങ്ങിയ ചിലവിലുള്ള LED ബൾബ് നിർമ്മാണത്തിൽ പ്രത്യേക പരിശീലനം നേടിയാണ് ഊർജ്ജ സംരക്ഷണ പാഠങ്ങൾക്ക് വെളിച്ചം പകരാൻ കുട്ടിക്കൂട്ടം സജ്ജരായിരിക്കുന്നത്. സ്വന്തം വീടുകളിലേക്ക് ആവശ്യമായ ബൾബുകൾ സ്വയം നിർമ്മിക്കാൻ ആത്മവിശ്വാസത്തിലാണ് സയൻസ് ക്ലബിനൊപ്പം കുട്ടികൾ. ഊർജ്ജ സംരക്ഷണത്തിൽ കുട്ടികളിൽ അവഗാഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സയൻസ് ക്ലബ്ബും എനർജി ക്ലബ്ബും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി കുറഞ്ഞ ഊർജ്ജത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന LED ബൾബുകളുടെ നിർമ്മാണത്തിൽ പരിശീലനമൊരുക്കിയത്. പരിശീലനം നേടിയ 80 വിദ്യാർത്ഥികൾ സ്വയം ബൾബുകൾ നിർമ്മിച്ചു. എനർജി കൺസർവേഷൻ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ PC സാബിർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ശില്പശാലയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണവും നടന്നു. പ്രഥമാധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത്, PTA പ്രസിഡന്റ് KT രമേശ്, സയൻസ് ക്ലബ്ബ് കൺവീനർ KP നസീബ്, അധ്യാപകരായ CP റഷീദ, KK റംല, ഫാത്തിമത്തുൽ ബുഷറ, KN ദിവ്യ, KK ജാസ്മിൻ, ഷഹാന ജാസ്മിൻ, ജിനി, PC അബ്ദുൾ റഹീം തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, മംഗലം. തിരൂർ RMS ഓഫീസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് RMS സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അധികാരികൾക്ക് കത്തെഴുത്ത് ക്യാമ്പയിൻ ആരംഭിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ മറവിൽ പതിറ്റാണ്ടുകളിലായി റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന RMS ഓഫീസ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് അധികാരികൾക്ക് കത്തെഴുതിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന കത്തെഴുത്ത് ക്യാമ്പയിൻ CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. K കൃഷ്ണൻ നായർ അധ്യക്ഷനായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, P മുഹമ്മദ് താഴ്ത്തറ എന്നിവർ സംസാരിച്ചു. T ഷാജി സ്വാഗതവും K ഉഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P പുഷ്പ, നൌഷാദ് നല്ലാഞ്ചേരി, M ആസാദ് തുടങ്ങി 100 കണക്കിന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു, K ഉമ്മർ, P മുഹമ്മദ് അലി, T ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു. M ശ്രീകല സ്വാഗതവും ജാഫർ ഉണ്ണിയാൽ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ KMCC ഏർപ്പെടുത്തിയ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സേവനരത്ന പുരസ്കാരത്തിന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കുറുക്കോളി മൊയ്തീൻ MLA തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച രാത്രി 7-ന് കാടപ്പടി ഷെയ്ഡ് പൂക്കോയ തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP പുരസ്കാരം കൈമാറും. പൊതുജീവിതത്തിലെ നിസ്വാർത്ഥതയും അർപ്പണബോധവും പരിഗണിച്ചാണ് കുറുക്കോളി മൊയ്തീനെ അവാർഡ് തെരഞ്ഞെടുത്തതെന്ന് P അബ്ദുൾ ഹമീദ് MLA അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഹാരിസ് പെരുവള്ളൂർ, ഗഫൂർ ചൊക്ലി, അബ്ദു അത്രപ്പിൽ, CC ഷഫീഖ്, CC മൊയ്തീൻ എന്നിവരും പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആണ്ട് നേർച്ചയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാവും. ഷൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ട് നേർച്ചയാണ് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച മുതൽ സെപ്റ്റംബർ 1 ഞായറാഴ്ച വരെ സംഘടിപ്പിക്കുന്നത്. വ്യാഴൻ രാവിലെ 10 മണി മുതൽ 5 ആത്മീയ കേന്ദ്രങ്ങളിൽ സമൂഹ സിയാത്ത് സംഘടിപ്പിക്കും. 4 മണിക്ക് ഉദ്ഘാടന സംഗമം സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK ഷക്കീർ വിശിഷ്ടാതിഥിയായിരിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 40 അഷറഫി ബിരുദധാരികൾ, ഹാഫിളുകൾ എന്നിവർക്ക് സനദ് നൽകും. ഓഗസ്റ്റ് 30 വെള്ളി 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കും. മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. P നന്ദകുമാർ MLA, NK അക്ബർ MLA മുഖ്യാതിഥികളായിരിക്കും. രമേശ് ചെന്നിത്തല MLA സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും. രാത്രി 8 മണിക്ക് അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസ്ഹരി മുഖ്യ പ്രഭാഷണം നടത്തും. 31 ശനിയാഴ്ച രാത്രി ആത്മീയ സംഗമം നടക്കും. പുത്തൻപള്ളി മസ്ജിദിൽ വെച്ച് നടക്കുന്ന ദിക്ർ ഹൽക്ക, സ്വലാത്ത്, ദുആ എന്നിവയ്ക്ക്
മാനു തങ്ങൾ നേതൃത്വം വഹിക്കും. VPA തങ്ങൾ ആട്ടീരി ആത്മീയ പ്രഭാഷണം നിർവഹിക്കും. സെപ്റ്റംബർ 1 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അന്നദാനം നടക്കും. ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ച 600 കിൻഡൽ അരി പാകം ചെയ്ത് 1 ലക്ഷം ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കും. രാത്രി 8 മണിക്ക് ഇബ്രാഹിം ഖലീൽ ബുഹാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാപന കൂട്ട പ്രാർത്ഥനയോടെ ആണ്ടുനേർച്ച സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് NK റഊഫ്, ജനറൽ സെക്രട്ടറി സൈനു തെക്കേപ്പുറം, വൈസ് പ്രസിഡന്റ് AC ഉസ്മാൻ, മറ്റു ഭാരവാഹികളായ റഹീം പെരുമ്പുംകാട്ടിൽ, അമീൻ, സൈഫുദ്ദീൻ, സ്വാഗത സംഘം കൺവീനർ ഷാജഹാൻ ചിറ്റോത്തയിൽ, ജോയിന്റ് കൺവീനർ കഫീർ പുത്തമ്പള്ളി എന്നിവർ പങ്കെടുക്കും. വെട്ടൻ ന്യൂസ്, മലപ്പുറം. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.